പള്ളിക്കല്ലറിയിൽ പായയിൽ പൊതിഞ്ഞ ദുരൂഹ വസ്തു മൃതദേഹമെന്ന് സംശയം. സംഭവം കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. പോലീസിന് വിവരം അറിയിച്ച് അധികൃതർ. അന്വേഷണം ആരംഭിച്ച് കരിക്കാട്ടക്കരി പോലീസ്. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. ജനകീയ പ്രഖ്യാപനങ്ങളുമായി വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റ്. വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഭൂപരിഷ്കരണം 2 നടപ്പിലാക്കും. കടൽ തീര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മിഷൻ സമുദ്ര പദ്ധതി. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തി. സിനിമയ്ക്ക് വ്യാവസായിക പദവി നൽകുമെന്നും പ്രഖ്യാപനം. ബജറ്റിൽ ഉയർന്നുവരുന്നത് വൻകിട കോർപ്പറേറ്റ് താൽപര്യങ്ങളെന്ന പ്രതിപക്ഷ നേതാവ്. തീരമേഖല സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുകയാണോ എന്ന ആശങ്കയെന്ന് പിണറായി. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിക്കൊടുക്കുന്നുവെന്നും വിമർശനം. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തിയതിൽ സന്തോഷമെന്ന് ജോസ് കെ മാണി. സിനിമാ മേഖലയെ പരിഗണിച്ചതിൽ സർക്കാരിനെ അഭിനന്ദിച്ച് മോഹൻലാൽ അടക്കമുള്ള സിനിമാ പ്രവർത്തകർ. മാസപ്പടിക്കേസിൽ ഇഡിയുടെ നിർണായക നീക്കം. വീണാട്ടിയുടെ തിരുവനന്തപുരത്തെ ബാങ്ക് ലോക്കറിൽ പരിശോധന വീണയുടെ സാന്നിധ്യത്തിൽ ബാങ്കിന് മുന്നിൽ അതീവ സുരക്ഷ. പരിശോധന തുടരന്വേഷണത്തിന്റെ ഭാഗമായി. ജിയോ ഇന്ത്യക്കാർക്ക് ഡിജിറ്റൽ ജീവിതം യാഥാർത്ഥ്യമാക്കിയെന്ന് റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി. അടുത്ത ലക്ഷ്യം റിലയൻസ് ഇന്റലിജൻസ്. ജാംനഗറിൽ AI പരീക്ഷണങ്ങൾ വിജയത്തോട് അടുക്കുകയാണ് എന്ന് ആകാശ് അംബാനി. 1,30,00,000 വീടുകളിൽ എയർ ഫൈബർ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യക്ക് കുതിപ്പിന്റെ വഴി തെളിച്ചുവെന്നും മുകേഷ് അംബാനി. ജിയോ IPO യാഥാർത്ഥ്യമായി. പുഷ്പ 2 റിലീസ് ദിവസം തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ നടൻ അല്ലു അർജുനോട് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. തിങ്കളാഴ്ച കോടതിക്ക് മുന്നിലെത്തണമെന്ന് നിർദ്ദേശം. കേസിൽ താരം 11ാം പ്രതി. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്ത ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. സർക്കാർ അപ്പീൽ നൽകിയത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിന് എതിരെ. ഡയറക്ടറേറ്റിൽ നാടകീയ രംഗങ്ങൾ. ചുമതലയേൽക്കാനെത്തിയ ഡോക്ടർ റീനയ്ക്ക് കസേര വിട്ടു നൽകാൻ തയ്യാറാകാതെ നിലവിലെ ഡയറക്ടർ. കോടതി വരരുത് എന്ന് പറയുന്നതുവരെ ജോലിക്കെത്തുമെന്ന് ഡോക്ടർ റീന. കണ്ണൂർ പാനൂരിൽ അധ്യാപികയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്ത് പിടിയിൽ. മർദ്ദനത്തിൽ മനം നൊന്ത് ആത്മഹത്യയെന്ന് കുടുംബം. യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഞായറാഴ്ച. മരണം ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. ദീർഘകാലം കലാകൗമുദി പത്രാധിപർ ആയിരുന്നു. അന്ത്യം തിരുവനന്തപുരം പട്ടത്തെ വസതിയിൽ. ചരിത്രമാകുന്നത് അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പത്രപ്രവർത്തകൻ. ലോകകപ്പിൽ സ്കോട്ട്ലൻഡ് മൊറോക്കോ പോരാട്ടം. മത്സരം പുലർച്ചെ 3:30. ഗ്രൂപ്പ് സിയിൽ USA ഓസ്ട്രേലിയയെ നേരിടും. തുർക്കിക്ക് എതിരാളികൾ പരാഗ്വേ.